നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ യുവാവ് പിടിയിൽ. ട്രേഡിംഗിന്റെ മറവിൽ അധ്യാപകനിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടി യുവതി പിടിയിൽ. ചാലക്കുടി ദേശീയപാതയിൽ ഇന്നു മുതൽ പരീക്ഷണ ഗതാഗത പരിഷ്കാരം. തൃശൂർ പൂരത്തിന് പോലീസ് മേധാവിയുടെ മേൽനോട്ടം വേണം ഹൈക്കോടതി. വഖഫ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ എതിരായി വോട്ട് ചെയ്ത ചാലക്കുടി MP ബെന്നി ബെഹനാന്റെ പ്രതീകാത്മകമായ കോലം കത്തിച്ചു. UDF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ യുവാവ് പിടിയിൽ. നാട്ടുകാർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും തോന്നിയ സംശയമാണ് യുവാവിനെ പിടികൂടാൻ കാരണമായത്. മദ്യപിച്ച് ലക്കുകെട്ട യുവാവ്, കയ്യിൽ വാവിട്ട് കരയുന്ന കുഞ്ഞ്. സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിളിച്ചതോടെ പൊളിഞ്ഞത് തട്ടിക്കൊണ്ടുപോവൽ. സംഭവത്തിൽ ദിണ്ടിഗൽ സ്വദേശി വെട്രിവേൽ അറസ്റ്റിൽ. ട്രെയിനിൽ അമ്മയ്ക്കൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെയാണ് പ്രതി തട്ടിക്കൊണ്ടുപോയത്. ആലുവയിലേക്ക് വരികയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. വെള്ളിയാഴ്ച രാത്രി 12:30യോടെയായിരുന്നു സംഭവം. ഒഡീഷ സ്വദേശികളായ മാനസ് ഹമീസ ദമ്പതികളുടെ 1 വയസ്സുള്ള കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഒഡീഷയിൽ നിന്ന് ആലുവയിലേക്കുള്ള ടാറ്റ നഗർ എക്സ്പ്രസിലാണ് ദമ്പതികൾ യാത്ര ചെയ്തിരുന്നത്. കമ്പാർട്ട്മെന്റിൽ ആളുകൾ കുറവായതിനാൽ ഹമീസ കുഞ്ഞിനൊപ്പം സീറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഈ സമയത്താണ് കുഞ്ഞിനെ ദിണ്ടിഗൽ സ്വദേശി വെട്രിവേൽ തട്ടിയെടുത്തത്. തൃശൂർ എത്തിയപ്പോഴാണ് കുട്ടിയെ കാണാതായത് ദമ്പതികൾ അറിയുന്നത്. തുടർന്ന് ദമ്പതികൾ റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനായുള്ള അന്വേഷണം ആരംഭിച്ചു. എന്നാൽ കുഞ്ഞിനെ എവിടെ വെച്ചാണ് കാണാതായതെന്ന് ഉറക്കത്തിലായതിനാൽ അറിയാനായിരുന്നില്ല. കുഞ്ഞിന്റെ ചിത്രം കാണിച്ച് പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. ഇതിനിടെയാണ് വാവിട്ട് കരയുന്ന കുഞ്ഞുമായി ഒരു യുവാവ് ഒലവക്കോട് എത്തുന്നത്. എന്തോ പന്തികേട് തോന്നിയ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് യുവാവിനെ ചോദ്യം ചെയ്തു. കുഞ്ഞ് യുവാവിന്റേതാണോ എന്ന് നാട്ടുകാർ ചോദിച്ചപ്പോൾ മദ്യപിച്ച് ലക്കുകെട്ട യുവാവ് ആദ്യം അതേയെന്ന് പറഞ്ഞു. ശേഷം നിങ്ങളുടെ കുഞ്ഞാണെങ്കിൽ എടുത്തോളൂ എന്നായിരുന്നു വെട്രിവേൽ നൽകിയ മറുപടി. ഇതോടെ നാട്ടുകാർ യുവാവിനെ തടഞ്ഞുവെച്ച് വിവരം പോലീസിൽ അറിയിച്ചതോടെയാണ് ഒഡീഷ സ്വദേശികളുടെ കുഞ്ഞിനെ തിരികെ കിട്ടിയത്. ട്രേഡിംഗിന്റെ മറവിൽ അധ്യാപകനിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടി യുവതി പിടിയിൽ. ആദിത്യ ബിർള എന്ന ട്രേഡിംഗ് കമ്പനിയുടെ അഡ്രസ്സും ലോഗോയും ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ചെട്ടിയാൽ സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകനിൽ നിന്നും 45 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. കോഴിക്കോട് ചെറുവണ്ണൂർ കൊളത്തറ സ്വദേശി മരക്കാൻ കടവുപറമ്പിൽ ഫെമിനയെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്ന് ഉത്തരവായിരുന്നു. എന്നാൽ ഫെമീന ഹാജരാകാതിരുന്നതിനെ തുടർന്ന് കോഴിക്കോട് നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഫെമീനയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഫെമീനയെ റിമാൻഡ് ചെയ്തു. കാട്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ബൈജു ER, സബ് ഇൻസ്പെക്ടർ ബാബു ജോർജ്, ASI മിനി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ധനേഷ്, സിവിൽ പോലീസ് ഓഫീസർ കിരൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചാലക്കുടി ദേശീയപാതയിൽ ഇന്നു മുതൽ പരീക്ഷണ ഗതാഗത പരിഷ്കാരം. ചിറങ്ങര അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് ദേശീയപാതയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഇന്ന് വൈകിട്ട് 4 മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കും. പാതയിലെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പോലീസ്, RTO, ദേശീയപാത അതോറിറ്റി, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നിവർ ചേർന്ന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. വലിയ വാഹനങ്ങൾ ദേശീയപാതയിലൂടെ തന്നെ കടത്തിവിടും. ചെറുവാഹനങ്ങൾ താൽക്കാലിക പാത വഴി പോകണം.
തിരക്ക് കൂടുതലുള്ള രാവിലെ ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന ചെറുവാഹനങ്ങൾ മുരിങ്ങൂർ അടിപ്പാത വഴി അന്നനാട്, കാടുകുറ്റി, പുളിക്കക്കടവ്, എരയാംകുടി വഴി അങ്കമാലിയിലേക്ക് പോകണം. വൈകിട്ട് അങ്കമാലിയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരുന്ന വാഹനങ്ങൾ പൊങ്ങം, വെസ്റ്റ് കൊരട്ടി, വാളൂർ, തീരദേശ റോഡ്, കാടുകുറ്റി, അന്നനാട്, മുരിങ്ങൂർ വഴി പോകണം. ചാലക്കുടി ഭാഗത്തു നിന്ന് അങ്കമാലി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മുരിങ്ങൂരിൽ നിന്ന് തിരിഞ്ഞ് മേലൂർ, പാലമുറി, കോനൂർ, നാലുകെട്ട്, പാലിശ്ശേരി, കറുകുറ്റി വഴി പോകണം. പേരാമ്പ്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തെ തിരക്ക് ഒഴിവാക്കുന്നതിനായി ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പോട്ട, ആളൂർ, കൊടകര വഴിയോ നാടുകുന്നിൽ നിന്ന് തിരിഞ്ഞ് ചെറുകുന്ന്, ആളൂർ, കൊടകര വഴിയോ പോകേണ്ടതാണ്. കൊടകര ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഗാന്ധിനഗർ സർവീസ് റോഡ്, വല്ലപ്പാടി, കനകമല, പനമ്പിള്ളി കോളേജ് വഴി പോട്ടയിലെത്തി യാത്ര തുടരണം. റൂറൽ SP B കൃഷ്ണകുമാർ, ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു. തൃശൂർ പൂരത്തിന് പോലീസ് മേധാവിയുടെ മേൽനോട്ടം വേണം, ഹൈക്കോടതി. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് മേധാവിയുടെ മേൽനോട്ടം വേണമെന്ന് ഹൈക്കോടതി. പൂരവുമായി ബന്ധപ്പെട്ട് സുരക്ഷയുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടം ഉണ്ടാകണമെന്നും കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നിയന്ത്രണത്തിലാകണം പൂരം നടത്തേണ്ടതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആചാരപരമായ എല്ലാ ചടങ്ങുകളും പാലിച്ചായിരിക്കും പൂരം നടത്തുന്നതെന്ന് കൊച്ചിൻ ദേവസ്വവും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ഉറപ്പാക്കണമെന്നും ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, ജസ്റ്റിസ് വിജു എബ്രഹാം എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. 3 ദേവസ്വങ്ങളും ഇക്കാര്യത്തിൽ ഏകോപനത്തോടെ പ്രവർത്തിക്കണം. പരിചയസമ്പന്നരായ പോലീസുകാരെ ജില്ലാ പോലീസ് മേധാവി ഡ്യൂട്ടിക്കായി നിയമിക്കണം. പൂരം നടത്തിപ്പിനായി നിയോഗിക്കേണ്ട വോളണ്ടിയർമാരുടെ ലിസ്റ്റ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ 25-നകം ജില്ലാ ഭരണകൂടത്തിന് കൈമാറണം. പൂരം അലങ്കോലമാക്കിയത് സംബന്ധിച്ച് അന്വേഷണവും നടപടികളും 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വഖഫ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ എതിരായി വോട്ട് ചെയ്ത ചാലക്കുടി MP ബെന്നി ബെഹനാന്റെ പ്രതീകാത്മകമായ കോലം കത്തിച്ചു. സ്വന്തം ഭൂമി വരെ അന്യാധീനപ്പെട്ടു പോകുന്ന വഖഫ് ബോർഡിന്റെ കരിനിയമത്തിനെതിരെ നിയമം ഭേദഗതി ചെയ്യുന്ന ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ ബില്ലിന് സപ്പോർട്ട് ചെയ്യാതെ എതിരായി വോട്ട് ചെയ്ത ചാലക്കുടി MP ബെന്നി ബെഹനാന്റെ പ്രതീകാത്മകമായ കോലം കത്തിച്ചു. കോടഞ്ചേരി പഞ്ചായത്തിൽ നടന്ന പ്രകടനത്തിന് ശേഷം നടന്ന സമാപന സമ്മേളനം ചാലക്കുടി മണ്ഡലം അധ്യക്ഷൻ പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സുഗു പാപ്പാടി, KU ദിനേശൻ, ജനറൽ സെക്രട്ടറിമാരായ രാജേഷ് പിഷാരിക്കൽ, ഗിരീഷ് CD, ഏരിയ പ്രസിഡന്റ് സനീഷ് PR, AS പ്രസാദ്, നാരായണൻ, ബിജേഷ്, സുമേഷ്, ബിനു തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. UDF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. പുതുക്കാട് സെന്ററിൽ നടന്ന സമരം പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VK ആന്റണി, KJ ജോജു, VK വേലുക്കുട്ടി, രജനി സുധാകരൻ, ഷൈനി ജോജു, ജെയിംസ് പറപ്പുള്ളി, ജസ്റ്റിൻ ആറ്റുപുറം എന്നിവർ സംസാരിച്ചു. മാസപ്പടി കേസിൽ വീണ വിജയനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 90 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8310 രൂപ, പവന് 66,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ യുവാവ് പിടിയിൽ. ട്രേഡിംഗിന്റെ മറവിൽ അധ്യാപകനിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടി യുവതി പിടിയിൽ.
ചാലക്കുടി ദേശീയപാതയിൽ ഇന്നു മുതൽ പരീക്ഷണ ഗതാഗത പരിഷ്കാരം. തൃശൂർ പൂരത്തിന് പോലീസ് മേധാവിയുടെ മേൽനോട്ടം വേണം, ഹൈക്കോടതി. വഖഫ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ എതിരായി വോട്ട് ചെയ്ത ചാലക്കുടി MP ബെന്നി ബെഹനാന്റെ പ്രതീകാത്മകമായ കോലം കത്തിച്ചു. UDF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.